ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് ജേർണൽ സപ്ലീസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വിൻറ്റേജ് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് ആദ്യം മടക്കി കൊടുക്കുക, പിന്നെ മടക്കി കൊടുക്കുക. ഇതേ ടൈപ്പിൽ മടക്കി കൊടുക്കുക. ഓക്കെ, മടക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതേ മോഡൽ തന്നെ വെട്ടണം കേട്ടോ. ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ വെട്ടേണ്ടത്. ഒരു കഷ്ണം വെട്ടിയതിന് ശേഷം ഗ്യാപ്പ് വിടുക, എന്നിട്ട് പിന്നെയും വെട്ടുക, പിന്നെയും ഗ്യാപ്പ് വിടുക, പിന്നെയും വെട്ടുക, പിന്നെയും ഗ്യാപ്പ് വിടുക, പിന്നെയും വെട്ടുക. അങ്ങനെ നമ്മൾ വെട്ടിയെടുക്കണം. അതെന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ മറ്റേ സൈഡ് നമ്മളിങ്ങനെ വെട്ടുക, ഗ്യാപ്പ് വിടുക, പിന്നെയും വെട്ടുക, ഗ്യാപ്പ് വിടുക, പിന്നെയും വെട്ടുക, ഗ്യാപ്പ് വിടുക. അതേ പ്രോസസ്സിലാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡ് ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഇവിടെ ഗ്യാപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഒരു സ്റ്റാമ്പിൻ്റെ ഒക്കെ ലുക്ക് വേണ്ടിയിട്ടാണ്, ലുക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അപ്പുറത്തെ സൈഡും കൂടി വെട്ടി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെട്ടി കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ വെട്ടി കൊടുത്തു. ഇനി തുറന്നാൽ കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഡിസൈൻസ് കൊടുക്കാം. ഇങ്ങനെ ചതുരം വരച്ചു കൊടുത്തു ഞാൻ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിലെന്തെങ്കിലും ഡിസൈൻസൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ചെയ്തു. സിമ്പിളായി ചെയ്തെടുത്തു. ഒരു വിൻറ്റേജ് തീമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരച്ചെടുത്താൽ മതി. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ക്രിയേറ്റീവിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലോ പിൻട്രസ്റ്റിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ കിട്ടും. അപ്പോൾ അത് വരച്ചു കൊടുത്താലും മതി. ഇതുപോലെ വരയ്ക്കാൻ ഇപ്പോൾ എല്ലാവർക്കും കഴിയുമല്ലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു തീമാണ് ഞാനിത് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സ്റ്റാമ്പ് കുറച്ച് റെഡിയായി. നമുക്ക് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോഫി പൗഡർ വെച്ചിട്ടാണ്. കോഫി പൗഡറിൽ ഹോട്ട് വാട്ടർ ഒഴിച്ച് ജസ്റ്റ് മിക്സ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്, ഡാർക്കായിട്ടല്ല കേട്ടോ. ഇതാ ലൈറ്റായിട്ടുള്ള കളറാണിത്. വേറെ പ്രത്യേകിച്ച് കളറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ കോഫി പൗഡർ വെച്ച് തന്നെ പല കളറും ഉണ്ടാക്കാം. വിൻറ്റേജ് തീമാണല്ലോ. അപ്പോൾ ഒരു ബ്ലാക്കിഷ് അല്ല, ബ്രൗണിഷ് ആണല്ലോ കളർ വരിക. എന്താ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു. ഇത് ഉണങ്ങിയപ്പോൾ ഇതാണ് നമ്മുടെ കളറായിട്ടുള്ളത്. സോറി, ബാക്കി ഞാൻ കുറച്ചൊക്കെ ചെയ്തെടുത്തു. ഇത് ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ വിചാരിച്ചൊന്ന് ചീന്തി നോക്കിയത്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റാമ്പ്സ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. ഇനി പേപ്പർ പാറ്റേൺസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അത് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണണമെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യണേ. ഇനി കുറച്ച് പേപ്പേഴ്സ് എടുത്തു. ഇതുപോലെ ഒരേ വലുപ്പത്തിൽ ഞാൻ കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് എടുത്തു. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇവിടെയും കോഫി തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. കോഫീൻ്റെ പല ഷെയ്ഡ്സ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണുള്ളത്. ഇതുപോലെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാം. ഇതിൽ തന്നെ നമുക്ക് ലൈറ്റാക്കി വെള്ളം കൂട്ടി അടിച്ചാൽ വേറെ വേറെ കളർ നമുക്ക് ഈ കോഫിയിൽ തന്നെ നമുക്ക് കിട്ടും. അത് വെച്ചാണ് ഞാൻ പേപ്പർ പാറ്റേൺസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പേപ്പർ സെറ്റായി. നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. അത് ഉണങ്ങിയതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയർ. ഇപ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഉണങ്ങിയാൽ അതിൻ്റെ കളർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇനി നമുക്ക് അടുത്ത് ചെയ്യാം. ഞാൻ അവിടുന്ന് വേറെ സ്ഥലത്ത് പോയി. അവിടെ ലേറ്റ് പോയത് കൊണ്ട് വേറെ സ്ഥലത്ത് പോയതാണ് ഗൈസ്. ഇത് ഞാൻ വൈകുന്നേരം ഇരുന്നതാണ്. പിന്നെ രാത്രി 12 മണിയൊക്കെ ആയിക്കണം ഇതിൻ്റെ വർക്ക് കഴിയുമ്പോൾ. പിന്നെ അത്യാവശ്യം ലോങ് പ്രൊസീജിയറാണല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇത് വേറൊരു കളറാണ് കേട്ടോ. കുറച്ചും കൂടി ലൈറ്റിൽ നിന്ന് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളർ.
നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ഇപ്പോൾ 4 പേപ്പർ പാറ്റേൺസാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കളർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ കവറ്, അല്ലെങ്കിൽ ഗുളികയുടെ കവറുണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് വെട്ടിയെടുത്ത് വെച്ചാൽ മതി. ഇത് കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ. അത് വെച്ച് നമുക്ക് വിൻറ്റേജ് ജേർണൽ സെറ്റാക്കാം. നല്ല ഡാർക്കിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ പേപ്പേഴ്സൊക്കെ സെറ്റായിട്ടുണ്ട് ഉണങ്ങിയിട്ട്. ഇതാണ് നമുക്ക് കിട്ടിയ കളേഴ്സ് കേട്ടോ. ഇനി കഴിഞ്ഞിട്ടില്ലേ, നമുക്ക് എന്തെങ്കിലും പാറ്റേൺസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്ലൗഡ് പോലെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് വെറൈറ്റി ക്ലൗഡാണ്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പീസ് എടുക്കാം. ഇതൊരു എങ്ങനെയാണ് ഇപ്പോൾ ഈ ലൈനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ കുത്തിവരക്കാം, അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരക്കാം കേട്ടോ. ഇതാ ഇതുപോലെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് റെയിൻബോ ആൻഡ് ക്ലൗഡ്, അതാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ഡിസൈൻസ് നമുക്കിതിൽ വരച്ചു കൊടുക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ കുറേ റെയിൻബോ ക്ലൗഡ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ പാറ്റേൺസ്. ഒന്ന് ഞാൻ പ്ലെയിൻ ആയിട്ടിട്ടുണ്ട്, പിന്നെ ഇതാണ്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാം ഡോയിലീസ്. ഈ ഡോയിലീസ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഐഡിയ കിട്ടിയത്. അപ്പോൾ നമ്മളിതാ ഒരു പേപ്പർ എടുത്തു, സ്ക്വയറാണ്. ഇത് ടിഷ്യൂ പേപ്പറാണ്. നിങ്ങൾക്ക് പേപ്പർ വെച്ചും ചെയ്യാം, ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യാം, ചാർട്ട് പേപ്പർ വെച്ച് ചെയ്യാം, എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ മടക്കി കൊടുക്കാം. ആദ്യം നടു മടക്കി കൊടുത്തു, പിന്നെ വീണ്ടും മടക്കി, ദെൻ ഒന്നുകൂടി മടക്കണം. ഇതുപോലെ മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെട്ടി കൊടുക്കാം. ഒരു ഡിസൈൻസ് നമ്മളിങ്ങനെ വെട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് തുറന്ന് നോക്കിയാൽ ഫ്ലവർ ആവുമെന്ന് അറിയില്ല. ഇനി ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പല ഡിസൈൻസിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻസ് ഒന്നും കിട്ടില്ല. അതുപോലെ ബാക്ക് സൈഡും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡോയിലീസാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വിൻറ്റേജ് സപ്ലീസ്. സെറ്റായില്ലേ? ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇത് ടിഷ്യൂ പേപ്പറാണ്. ഇനി ഞാൻ വേറൊരു വൈറ്റ് പേപ്പറിൽ ചെയ്തെടുത്തു. അത് വേറൊരു ടൈപ്പാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വാഷി ടൈപ്സ് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി ഉണ്ടാക്കി കാണിച്ചിരുന്നില്ല. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ഇതാ സിമ്പിളായിട്ട് ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത്രയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഓൾറെഡി വീഡിയോ ഉണ്ടല്ലോ. വാഷി ടൈപ്സൊക്കെ ഇതിൽ മെയിൻ സംഭവമാണ്. നെക്സ്റ്റ് പേപ്പർ കോട്ട്സ്. അത് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ കുറച്ച് കോഡ്സൊക്കെ എടുക്കുക, അതിങ്ങനെ പേപ്പറിൽ ഗ്യാപ്പ് വിട്ട് എഴുതി കൊടുക്കുക. ഞാൻ ഗ്യാപ്പ് വിട്ടിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും വെട്ടിയെടുക്കാം. വെട്ടിയ ഇതാണ് സംഭവം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം. ഞാൻ പ്ലെയിനായിട്ട് വൈറ്റ് പേപ്പർ ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഇത് ഓരോ കോഡ്സാണ്. കളർ ചെയ്താൽ വേറൊരു ലുക്കായിരിക്കും. ഇതാ ഓരോ കോഡ്സ്.
ഇനി കോഴ്സ് കിട്ടില്ല വിചാരിച്ച് ആരും ടെൻഷൻ ആവണ്ട, ഗൂഗിൾ ഉണ്ടല്ലോ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എഴുതി വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ജേണൽ സ്റ്റിക്കേഴ്സ്. ഇനി നമുക്ക് ജേണൽ സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു മൂടി എടുത്തു. ഇത് എനിക്ക് വട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മൂടി എടുത്ത് വരയ്ക്കുന്നത്. ഇനി അതിൽ ഞാൻ കുറച്ച് വട്ടങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചെടുത്തു. ഇനി നമുക്കതിൽ പാറ്റേൺസ് തയ്യാറാക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിലാണ് വരയ്ക്കാം, അപ്പോൾ സ്റ്റിക്കേഴ്സ് ആവും. അതായത് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തു, ഒരു ആഷും പിന്നെ ഇങ്ങനെ വട്ടമായിട്ടുള്ളൊരു ഡിസൈൻ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഫ്ലവർ, ദെൻ വേറെ കുറച്ച് ഇലകൾ പോലത്തെ ഒരു ഡിസൈന്. ഇതിനും നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം, പക്ഷെ ഞാനതൊന്നും സെർച്ച് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയതുപോലെ ഇങ്ങനെ വരച്ച് കൂട്ടുകയാണ്. അതൊക്കെ നിങ്ങളിഷ്ടം, എല്ലാത്തിനും ഗൂഗിൾ ഉണ്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഒരു ചെടിച്ചട്ടിയിൽ ഫ്ലവർ ഇരിക്കുന്ന പോലെ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഫ്ലവർ, റോസ് ഫ്ലവർ ആൻഡ് കുറച്ച് ഇലകൾ. ആൻഡ് ദെൻ ഇതുപോലെ കുറച്ച് വരട്ടു. ഫ്ലവർ വരച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഫ്ലവർ. ഇത് വരയ്ക്കാൻ നല്ല എളുപ്പമാണ്. സിമ്പിളായിട്ട് കുറച്ച് ഇലകളൊക്കെ വരച്ചു കൊടുത്താൽ മതി, അപ്പോൾ സ്റ്റിക്കേഴ്സ് റെഡിയാവും. ജസ്റ്റ് ഇങ്ങനെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. അത് വേറൊരു ഡിസൈൻ. പിന്നെ ഇങ്ങനെ ഒക്കെ ഒരു ഇലമയം, എന്ത് ചെയ്യാനാ. ജസ്റ്റ് ഇതുപോലെ വരച്ചു കൊടുത്തു. ഫൈനലി വീണ്ടും ഇലമയം. ഇലയുടെ കൂടെ കുറച്ച് ഫ്ലവറുണ്ട് കേട്ടോ, അത് പല ഫ്ലവറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി കളർ കൊടുക്കാം. ഞാൻ വയലറ്റിൽ വെള്ളം കൂട്ടി, വാട്ടർ കളറാണേ, അപ്പോൾ ഇങ്ങനെ വെള്ളം കൂട്ടി അടിച്ചപ്പോൾ ഈ കളർ കിട്ടി. ഇനി നെക്സ്റ്റ് വാട്ടർ കളറാവും ഇതിന് ഒന്നുകൂടി ഷോ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് കളർ കിട്ടും. പിന്നെ യെല്ലോ വെള്ളം കൂട്ടി അടിച്ചു, ദെൻ റോസ് വെള്ളം കൂട്ടി അടിച്ചു, ഇങ്ങനെ എല്ലാതും വെള്ളം കൂട്ടി അടിച്ചു. പിന്നെ നമ്മൾ ബ്രൗൺ വെള്ളം കൂട്ടി അടിച്ചു. ദെൻ ഇതൊരു പ്രത്യേക തരമായിട്ടുള്ളൊരു കളറായിരുന്നു. അത് മഞ്ഞല്ല കേട്ടോ, എൻ്റെ പുസ്തകത്തിൻ്റെ കളറായിരുന്നു, പക്ഷെ ഇതിൽ വന്നപ്പോൾ ഈ കളറായി മാറി. പിന്നെ നമ്മുടെ കോഫിയിൽ തന്നെ ഞാൻ 2 തീം എടുത്തിട്ടുണ്ട് കേട്ടോ. തീമല്ല, ഇത് കുറച്ച് വേറെ കളറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളതാണ് കോഫിയുടെ, കണ്ടില്ലേ. ദെൻ റോസ്, കുറച്ചും കൂടി കട്ടിയിലുള്ള റോസാണിത്. ഞാൻ കൊടുത്തരുമ്പോൾ ഒന്നവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് റോയിൽ. ഇപ്പോൾ വീഡിയോയിലാണ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. നീല കൊടുത്തൊക്കെ വെള്ളം കൂട്ടിയിട്ടാണ് അടിക്കുന്നത്. പിന്നെ ഈ കളറും കൂടി കൊടുത്ത്, ഇത് ചുവപ്പായിരുന്നു, വെള്ളം കൂട്ടി അടിച്ചപ്പോൾ ഈ കളർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ പാറ്റേൺസ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കട്ട് ചെയ്തെടുത്തപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഒട്ടിക്കുന്നില്ല കേട്ടോ, അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ടൈം കുറവാണല്ലോ, അതുകൊണ്ട് ഒട്ടിച്ചുള്ള പരിപാടിയില്ല. നെക്സ്റ്റ് വിൻറ്റേജ് ഫ്രെയിംസ്. ഒരു കട്ടിയുള്ള വൈറ്റ് പേപ്പർ എടുത്തു, A4 ഷീറ്റോ ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രെയിം ലുക്കിൽ നമ്മൾ വരച്ചു കൊടുക്കാം. അതുപോലെ ഇങ്ങനെ കുത്തി വര ഇട്ടിട്ട് ഒരു ഫ്ലവർ കൊടുക്കുന്ന പോലെ 4 സൈഡിലും ഫ്ലവർ കൊടുത്തു. അതാണ് എൻ്റെ ഫസ്റ്റ് ഫ്രെയിം.
ഓക്കെ, ഫസ്റ്റ് സെറ്റായി. ഇനി നെക്സ്റ്റ് ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ചെടുത്തു. പിന്നെ ഇതാ വീണ്ടും വരച്ചു. ഇത് ഫ്രെയിമാണല്ലോ, അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ വരക്കണം. ഇനി ഇതാ പാമ്പ് പോകുന്ന പോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ജേർണലിംഗ് ബുക്ക് തുറന്നാലുണ്ടാവുമല്ലോ അതുപോലെ ഫ്രെയിംസ്, ഇതൊക്കെ മേടിച്ചിട്ട് ഒട്ടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ എല്ലാതും നമ്മുടെ സൈറ്റിൽ നിന്നൊക്കെ കിട്ടും, എന്ത് ഐറ്റംസും അതെ. അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കി ഇനി വെറുതെ ക്യാഷ് കളയണ്ടല്ലോ. എന്തെങ്കിലും ജേർണൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടിച്ച് വെക്കാമല്ലോ. അപ്പോൾ അത് അടുത്തതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക. ദെൻ ഉള്ളിൽ ഇതുപോലെയും വരച്ചു കൊടുക്കുക. എന്തൊക്കെ ഡിസൈൻസ് ആണല്ലേ. ഉള്ളിൽ ഞാൻ ഫ്ലവറാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല, സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലവ് ഷേപ്പ്. ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുക, എന്താ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുക. നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഐഡിയ വെച്ചാണ് ഈ വരച്ചതൊക്കെ, അല്ലാതെ നമ്മൾ എവിടെയും നോക്കി വരച്ചതല്ല കേട്ടോ. അത് പ്രത്യേകം പറയണമല്ലോ. നെക്സ്റ്റ് ഇതാ ഈ ഷേപ്പിലുള്ളൊരു ഫ്രെയിം കൂടി. അതിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായി വരയ്ക്കാൻ പറ്റുമല്ലോ. ഞാൻ അധികം ഹെവി ആയിട്ടുള്ള ഫ്രെയിംസ് ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. ആർക്കും ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. നെക്സ്റ്റ് ഒന്നുകൂടി ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാണണം, മുഴുവൻ കാണാതിരിക്കരുതേ. കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ജേർണൽ സപ്ലീസ് ആണ്. അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും. പിന്നെ എന്താണ്, ഞാനിത് സ്റ്റിക്കറായിട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഏത് ടൈമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഗമ്മ് തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇത് അതുപോലെ കുറച്ച് ഡിസൈൻസൊക്കെ കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഇത് ഫ്രെയിമാണല്ലോ. പിന്നെ ഇതാ ജസ്റ്റ് ഞാൻ എല്ലാതും കട്ട് ചെയ്തെടുത്തു. കുറച്ച് കോഫി കളറും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് കൊടുത്തെന്നുള്ളൂ. ഇതാ പല കളറാക്കിയിട്ടും കോഫി കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജേർണൽ സപ്ലീസ്. കണ്ടില്ല, എല്ലാതും ഞാൻ വെച്ചിപ്പം കുഴപ്പമില്ല, കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പേപ്പർ പാറ്റേൺസ് ചെയ്തു, സ്റ്റിക്കേഴ്സ് ചെയ്തു, പേപ്പർ കോട്ട്സ് ചെയ്തു, പിന്നെ ഫ്രെയിംസ്, ഡോയിലീസ്, പേപ്പർ സ്റ്റാമ്പ്സ്, വാഷി ടേപ്സ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബായ്.